പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് ആയാലും CPM ആയാലും DMK ആയാലും സമാജ്വാദി പാർട്ടി ആയാലും ഒരേ ഭാഷയിൽ തന്നെ ബില്ലിനെ എതിർക്കുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ PR സുനിൽ? വിനീത, ബില്ല് അവതരണം ഇപ്പോൾ വോട്ടിനിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ശബ്ദ വോട്ടോടെ ബില്ല് അവതരണം പാസാക്കാനാണ് സ്പീക്കർ ഓം ബിർള ശ്രമിച്ചത്. അതേസമയം ഡിവിഷൻ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഏതായാലും ബില്ല് അവതരണത്തിന് സഭയിൽ ഭൂരിപക്ഷം മാത്രം മതി. അതുകൊണ്ട് തന്നെ ബില്ല് അവതരണം വോട്ടിനിട്ട് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഈ ബില്ല് പാസാക്കാൻ സഭയുടെ 3/2 ഭൂരിപക്ഷം വേണം. അപ്പോൾ ബില്ല് അവതരണം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചർച്ചയിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മണ്ഡല പുനർനിർണയത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. വനിതാ സംവരണ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി അർജുൻ മേഘ്വാലാണ്, നിയമമന്ത്രി. ഏതായാലും ഇതിന്മേൽ വലിയ എതിർപ്പാണ് പ്രതിപക്ഷം രേഖപ്പെടുത്തിയത്. ആദ്യം സംസാരിച്ചത് KC വേണുഗോപാൽ ആയിരുന്നു. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചു. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എന്നാണ് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത്. ഈ ബില്ല് നടപ്പാക്കുമ്പോൾ അത് മുസ്ലിം സംവരണത്തെ ഗുരുതരമായി ബാധിക്കും മുസ്ലിം സംവരണത്തെ അടക്കം ഗുരുതരമായി ബാധിക്കും എന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ചൂണ്ടിക്കാണിച്ചത്. സമാജ്വാദി പാർട്ടിയും ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി. മാത്രമല്ല DMK, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി ഈ ബില്ല് അവതരണത്തെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. എതിർപ്പുകൾ ഈ ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ ഉന്നയിക്കണം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതൊക്കെ ഉന്നയിക്കൂ എന്നതാണ് അമിത്ഷായും കിരൺ റിജിജുവും ഒപ്പം സ്പീക്കറും ഒക്കെ പറഞ്ഞത്. ഏതായാലും ബില്ല് അവതരണത്തിനുള്ള അനുമതിയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തണം. ഏതായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഒറ്റക്കെട്ടായി പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നതെന്നാണ്.